ഹായ് അസ്സലാമലൈക്കും. നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ബീഫ് കടായി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ ഒരു കുക്കർക്ക് ലേശം മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്തിരി സുർക്ക ഒഴിച്ചിട്ട് നമ്മളെ ബീഫൊക്കെ ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് 2 വിസിലടിച്ചിട്ട് വരെ ഒന്ന് കാത്തിരിക്കാം. 2 വിസിലിൽ വെന്തോളും. പിന്നെ കോൺഫ്ലവർ പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ അത് കുറച്ച് കളർ പൊടിയും, പിന്നെ ഇങ്ങനെ കുഴക്കാൻ പാകത്തിൽ കുറച്ച് സുർക്ക ഒഴിച്ചെടുക്കാം. എന്നിട്ട് പാകത്തിനനുസരിച്ച് സുർക്ക ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ചും കൂടി ഒഴിച്ചെടുത്ത് എന്നിട്ട് പിന്നെ നല്ലൊരു മാവാക്കി എടുക്കുക. നല്ല കുഴച്ചിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ബീഫ് ഇതൊക്കെ ഇട്ടിട്ട് നല്ല ഒന്നുകൂടി കുഴച്ചെടുക്കാം. മസാല ഒക്കെ പിടിച്ചിട്ട് വരെ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മസാല കൈമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. പിന്നെ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചിരുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് ഈ ബീഫൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. പിന്നെ ഞാൻ കടായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ടെടുത്ത് പിന്നെ 2 പച്ചമുളക് കീറിയതും 1.5 വെല്ലുള്ളി കട്ടില്ലാതെ അരിഞ്ഞതും പിന്നെ ഇത്തിരി ഉപ്പിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നല്ല വാടി വന്നതിൻ്റെ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ നന്നായി വാട്ടിയെടുക്കുക. ആ പച്ചമുളക് മാറിയതിൻ്റെ ശേഷം 2 ചുവന്ന മുളക് നമുക്ക് പൊടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ ആ വെള്ളവും പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കളർ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ കുറച്ച് തക്കാളി സോസ് ഒഴിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ബീഫും കൂടി ഇട്ടെടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ബീഫ് കടായി റെഡി ആയി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം.